ഒരിക്കൽ തമീമുദ്ദാരിയും 40ഓളം വരുന്ന സ്വഹാബാക്കളും മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ കപ്പലിൽ സഞ്ചരിക്കുകയായിരുന്നു. വഴിമധ്യേ ശക്തമായ കടൽക്ഷോഭത്തിൽപ്പെട്ട് തങ്ങളുടെ കപ്പൽ തകരുകയും തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള കുറച്ചുപേർ ഒരു ചെറുവള്ളത്തിൽ കയറി അപരിചിതമായ ഒരു ദ്വീപിലെത്തുകയും ചെയ്തു. ആ ദ്വീപിന്റെ പ്രവേശന കവാടത്തിന് സമീപം ദേഹം മുഴുവൻ രോമാവൃതമായ ഒരു ഭീകരരൂപിയെ കണ്ട് അവർ ഭയന്നു. നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്സാസ ആണെന്ന് ആ ഭീകരരൂപി മറുപടി പറഞ്ഞു. ജസ്സാസ എന്ന അറബി പദത്തിനർത്ഥം ചാരപ്പണി ചെയ്യുന്ന ആൾ എന്നാണ്. കൂടുതൽ അറിയാൻ എന്റെ യജമാനന്റെ അടുത്തേക്ക് വരൂ എന്ന് ആ ഭീകരരൂപി പറയുകയും കാടിനകത്തുള്ള ഒരു മനുഷ്യന്റെ സമീപത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അവിടെ കൈകൾ ചങ്ങല കൊണ്ട് പിരടിയോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട ജട പിടിച്ച മുടിയുള്ള അതീവ വിവരമുള്ള ഒരു മനുഷ്യനെ കണ്ട് അവർ ഭയചകിതരായി. അയാൾ അവരോട് 4 ചോദ്യങ്ങൾ ചോദിച്ചു. ബൈസാനിലെ ഈത്തപ്പന മരങ്ങൾ ഇപ്പോഴും ഫലം കായ്ക്കാറുണ്ടോ? സുഗർ നദി ഇപ്പോഴും കരകവിഞ്ഞൊഴുകാറുണ്ടോ? ത്വബരിയ തടാകത്തിൽ ഇപ്പോഴും വെള്ളമുണ്ടോ? നിരക്ഷനായ ഒരു പ്രവാചകൻ നിങ്ങളുടെ സമീപത്തേക്ക് വന്നിട്ടുണ്ടോ? എല്ലാ ചോദ്യത്തിനും ഉണ്ട് എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അയാൾ ഗൗരവപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: ഒരിക്കൽ ബൈസാനിലെ ഈത്തപ്പന മരങ്ങൾ പൂക്കാതെയാകും, സുഗർ നദിയും ത്വബരിയ നദിയും വറ്റിവരളും. അന്ന് എന്റെ ചങ്ങലക്കണ്ണികൾ ഭേദിച്ച് ഇവിടെ നിന്ന് പുറത്തു വരാൻ എനിക്ക് അനുമതി ലഭിക്കും. ഞാനാണ് മസീഹുദ്ദജ്ജാൽ.